കുന്നത്തുനാട്ടിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി PV ശ്രീനിജൻ 554 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, ഇതെന്താണ് ഇത്ര ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് PV ശ്രീനിജൻ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്? വിശദാംശങ്ങൾ എന്താണ്? ഈ അവസാന മണിക്കൂറുകളിൽ എന്താണ് LDF സ്ഥാനാർത്ഥി പറയുന്നത്? വിനീത, അല്പസമയം മുമ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ PV ശ്രീനിജൻ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. ചെറിയ ഭൂരിപക്ഷത്തിന്, അതായത് 554 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന് മാത്രമാണ് അതിൽ പറയുന്നത്. മാത്രവുമല്ല, നേരത്തെ പാർട്ടി കണക്ക് പ്രകാരം ഏതാണ്ട് 6000 വോട്ടോളം പിന്നിലാണ് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിന് പുറമെ MLA എന്ന നിലയിലും അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ പേരിലും അദ്ദേഹത്തിന് 554 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ നേരത്തെ 2020 അവിടെ ഒരു നിർണായക ഘടകമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം PV ശ്രീനിജന് വിജയിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായത് 2020യുടെ സാന്നിധ്യമായിരുന്നു. പക്ഷേ 2020 NDA പ്രവേശനം നടത്തിയതോടുകൂടി സ്വാഭാവികമായും ആ വോട്ടിൽ വലിയ മാറ്റമുണ്ടാകുന്നു. 2020യുടെ വോട്ട് സ്വാഭാവികമായും UDFിലേക്ക്, കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു. അത് VP സജീന്ദ്രന് അനുകൂലമായി വരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ അത്തരത്തിൽ PV ശ്രീനിജന് തിരിച്ചടി ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടൽ നേരത്തെ തന്നെ പാർട്ടിക്ക് മുന്നിലുണ്ടായിരുന്നു. ഏതാണ്ട് 6000 വോട്ടോളം പിന്നിലായിരിക്കുമെന്നതായിരുന്നു പാർട്ടിയുടെ ഒരു പ്രാഥമികമായ കണക്ക്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അവകാശവാദം എന്ന തരത്തിൽ PV ശ്രീനിജൻ ഉന്നയിക്കുന്നത് 554 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇത് തന്നെയാണ്. 2020യുടെ വോട്ടിൽ വരുന്ന മാറ്റങ്ങൾ, NDA പ്രവേശനത്തിന് പിന്നാലെ 2020യുടെ വോട്ട് UDFിലേക്ക് തിരിച്ചു പോകുന്നു. അതിലൂടെ UDF സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുമെന്നതാണ് PV ശ്രീനിജൻ കാണുകയും ചെയ്യുന്നത്. 2016-ൽ അതോടൊപ്പം തന്നെ 2011-ലും തന്നെ അവിടെ UDF ആയിരുന്നു വിജയിച്ചിരുന്നത്. UDFിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് തന്നെ പറയാമായിരുന്നു. അവിടെ VP സജീന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിലാണ് പിന്നീട് 2020 ഒരു നിർണായക ശക്തിയായി വരുന്നത്. അതിലൂടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV ശ്രീനിജൻ LDFന് വിജയം ഉണ്ടാക്കുന്നത്. പക്ഷേ അത് വീണ്ടും മാറാനുള്ളൊരു സാധ്യത ഇപ്പോൾ അദ്ദേഹം തന്നെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏത് തരത്തിലുള്ള കണക്കാണ് അദ്ദേഹം നിരത്തുന്നത് എന്ന കാര്യം വ്യക്തമല്ല. ഏതാണ്ട് 554 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് കുറഞ്ഞത് വിജയിക്കുമെന്നാണ് ഇപ്പോൾ PV ശ്രീനിജൻ അവകാശപ്പെടുന്നത്. അതാണ് ഇപ്പോൾ PV ശ്രീനിജൻ എന്തുകൊണ്ടാണ് ഈ 554 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നതിലേക്ക് എത്തിയത് എന്നറിയില്ല. പക്ഷേ അവിടെ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്.